ബ്ലിറ്റ്സ് വോൾഫിന്റെ BWFI-E2 എന്ന മോഡൽ നമ്പറിലുള്ള ട്രൂ വയർലെസ് ഇയർഫോൺ ആണിത്. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇയർഫോൺ ലഭിക്കുക. ഇത് നിങ്ങൾക്ക് ബാങ്കുകളിൽ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും. ഏകദേശം 2200 രൂപയാണ് ഇതിന്റെ വില. ഇതിന്റെ ഓഫർ കൂപ്പൺ കോഡ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇയർബഡ്സ് ക്യാരി ചെയ്യാനുള്ള ഒരു ക്യാരി കേസ് ആണിത്. നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഈ കേസിനുള്ളിലാണ് ഇയർബഡ്സ്. ഈ ബോക്സിനുള്ളിൽ ഡിഫറെന്റ് ടൈപ്പിലുള്ള ഇയർബഡ്സ് ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഒരു നോർമൽ ചാർജിംഗ് കേബിൾ ലഭിക്കും. ഒപ്പം യൂസർ മാനുവലും വാറന്റി കാർഡും ഉണ്ട്. ഈ ക്യാരി ബോക്സ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇയർബഡ്സ് ചാർജ് ചെയ്യുന്നത്. ഈ ബോക്സ് ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 സ്മോൾ സൈസിലുള്ള ഇയർബഡ്സ് ആണ് ഇവിടെ ലഭിക്കുക. ഏതെങ്കിലും ഒരു നോർമൽ ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനുള്ളിൽ ഒരു സിംഗിൾ LED ലൈറ്റ് ഉണ്ട്. ഇത് നോക്കി നമുക്ക് ഇതിന്റെ ചാർജിങ് പെർസെൻറ്റേജ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് BWFI-E2 ആണ്. BWFI-E1 എന്ന് പറയുന്ന ഒരു മോഡൽ ഇതിനു മുമ്പ് ഞാൻ അൺബോക്സ് ചെയ്തിരുന്നു. ഈ ബോക്സിൽ നമുക്ക് 4 LED ലൈറ്റുകൾ ലഭിക്കുമായിരുന്നു. ഇതിലൂടെ നമുക്ക് ബോക്സിന്റെ ചാർജിംഗ് പെർസെൻറ്റേജ് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആകുന്ന 2 ഇയർബഡ്സുകളായിരുന്നു. എന്നാൽ ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇയർബഡ്സ് ആണ്. നമുക്കിത് വെളിയിലെടുത്തതിന് ശേഷം ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് വേണം നമുക്കിത് ഓൺ ആക്കാനായിട്ട്. ഇത് നമ്മളുടെ ഡിവൈസുമായിട്ട് പെയർ ചെയ്യാൻ സിമ്പിൾ ആണ്. ഇയർബഡ്സ് വെളിയിലെടുത്തതിന് ശേഷം ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തുള്ള ബ്ലൂടൂത്ത് ഡിവൈസ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അത് ഷോ ചെയ്യും. അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇത് നമ്മളുടെ ഡിവൈസുമായിട്ട് പെയർ ആകും. ഓക്കെ, ഇപ്പോൾ ഈ ഇയർഫോൺ ഈ ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഈ 2 ഇയർബഡ്സ് നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരെണ്ണം മാത്രം ഉപയോഗിക്കണമെങ്കിൽ അതിനും സാധിക്കും. രണ്ടിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ 2 ഇയർബഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇതിൽ കൊടുത്തിരിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ഇയർബഡ്സും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ലോങ് ആയിട്ടുള്ള റേഞ്ച് ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഒരു ബെറ്റർ ക്വാളിറ്റിയും ഈ ഇയർഫോണിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഒരാഴ്ചയിൽ കൂടുതൽ ഞാനിത് ഉപയോഗിച്ചു. സിംഗിൾ ആയിട്ടും ഡബിൾ ആയിട്ടും ഒക്കെ ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. സിംഗിൾ ആയിട്ടാണെങ്കിൽ പോലും കോൾ ക്വാളിറ്റി വളരെ നല്ല കോൾ ക്വാളിറ്റിയാണ് ഈ ഇയർബഡ്സിലുള്ളത്. ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഇല്ല. അതുകൊണ്ട് കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡിലുള്ള സൗണ്ട് കൂടി ഇതിലൂടെ കേൾക്കും. എന്നാൽ ഇതിൽ നോയിസ് ഐസൊലേഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് പാട്ടൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡിലുള്ള സൗണ്ട് പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം ഇതിലുണ്ട്. നോയിസ് ക്യാൻസലേഷൻ ഇല്ല എന്നുള്ള ഒരു കുറവ് ഇതിലുണ്ട്. നോയിസ് ക്യാൻസലേഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ നോയിസ് ക്യാൻസലേഷനോടുള്ള ഒരു ഇയർബഡ് ആകുമ്പോൾ ഇതിന്റെ പ്രൈസ് കുറച്ചുകൂടി കൂടും. പിന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ സൗണ്ട് ക്വാളിറ്റിയും കോൾ കണക്ടിവിറ്റിയും പ്രോപ്പർ ആണ്. മൊബൈലുമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ബാസ് ഉണ്ട്. നോർമൽ ആയിട്ടൊരു ഇയർബഡ്സിൽ, അതായത് ഒരു ബ്ലൂടൂത്ത് ഇയർബഡ്സിൽ ലഭിക്കുന്നതിൽ കൂടുതൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും ബാസും ഒക്കെ നമുക്ക് ഈ ഒരു ഇയർബഡ്സിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി 55 mAh ആണ് ഈ ഇയർബഡ്സിൽ കൊടുത്തിരിക്കുന്നത്. ഈ ബോക്സിന്റെ കപ്പാസിറ്റി 500 mAh ആണ്. ഒരു പ്രാവശ്യം നമ്മൾ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കുകയോ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 തൊട്ട് 2.5 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇയർബഡ്സ് ഉപയോഗിച്ച് ഫുൾ ചാർജിൽ പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഈ ക്യാരി കേസ് നമ്മൾ ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4 പ്രാവശ്യം ഈ ഇയർബഡ്സ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 1 മാസമായിട്ട് ഞാൻ ഈ ഇയർഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും ഇതിന്റെ കോൾ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ പെർഫെക്റ്റ് ആണ്. ഇതിനും ഏകദേശം 2500-3000 രൂപയുടെ റേഞ്ച് ആണ് ഇതിന്റെ വില. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഇയർഫോണിന് സൈസ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഇയർഫോൺ ആണ്. FI-E2 എന്നുള്ള ഈ മോഡലാണ്. FI-E1 കുറച്ച് സൈസ് കൂടുതലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൈസ് കൂടുതലായതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് ചെവിക്കുള്ളിൽ ഇരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് കംഫർട്ടബിൾ ആണ്. ഇത് വളരെ ചെറുതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ, വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ച് പോകണമെന്നുണ്ടെങ്കിലും ഇതാണ് ഇച്ചിരി കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. കാരണം ഇത് വെച്ചതിന് ശേഷം ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല കോൾ ക്വാളിറ്റിയും ഒക്കെയുള്ള ഒരു ഇയർ ഫോണാണ്
ട്രൂ വയർലെസ് ബ്ലൂടൂത്ത് ഇയർഫോൺ ആണ് ബ്ലിസ് വോൾഫിന്റെ BWFYE2 എന്ന് പറയുന്ന ഈ മോഡൽ. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം.